Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are doing fine and staying safe at home. So let's start today's class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay, we were learning about MS Excel. MS Excel is a spreadsheet software. We have learned that in MS Excel we can do calculations, we can tabulate marks scored by the students, by an organization, salary given by an organization, etc. We can use MS Excel in shops for setting the prices of each and every item in the shop. These are the uses of MS Excel. Now we are going to learn some of the terms related to MS Excel. We know that a cell in the spreadsheet is active cell when we click on it to edit it. നമ്മളത് ഡേറ്റാസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെല്ലിനെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിനെ ആക്റ്റീവ് സെൽ എന്ന് വിളിക്കും. Now what is range of a cell? Range എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് range. What is range? A group of cells. Range എന്ന് പറയുന്നത് ഇപ്പം A, B, C, D 1, 2, 3, 4, 5. അപ്പം ഇതിന് വരയ്ക്കുകയാണ്. These are the column headers, these are the row headers. അല്ലേ, there are column headers and row headers also. അപ്പോൾ ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസും നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസും ഉണ്ട്. വാട്ട് ഈസ് അഡ്ജസൻ്റ് ഗ്രൂപ്പ് ഓഫ് സെൽസ്? അഡ്ജസൻ്റ് ഗ്രൂപ്പ് ഓഫ് സെൽസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ആർ ടുഗെദർ, ദർ ഇസ് നോ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സെൽസ്. ഇപ്പോൾ അഡ്ജസൻ്റ് ആണ് എയും ബിയും, എ കോളവും ബി കോളവും അഡ്ജസൻ്റ് ആണ്. പക്ഷേ എ കോളവും സി കോളവും നോൺ അഡ്ജസൻ്റ് ആണ്. മനസ്സിലായോ? അപ്പം എ കോളം ആൻഡ് ബി കോളം ടുഗെദർ വിൽ ബി കോൾഡ് അഡ്ജസൻ്റ് സെൽസ്. അപ്പോൾ നമുക്ക് അഡ്ജസൻ്റ് സെൽസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൊട്ടടുത്ത് കിടക്കുന്ന റേഞ്ചുകളെ അഡ്ജസൻ്റ് റേഞ്ച് എന്ന് പറയാം. എന്തെങ്കിലും അവർക്ക് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ദേ വിൽ ബി കോൾഡ് ആസ് നോൺ അഡ്ജസൻ്റ് range. But there are two types of range, adjacent range and non-adjacent range. Now, how to select cells in a worksheet? നമുക്ക് സെൽസിനെ സെലക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി, how to select a whole column in a worksheet. ഒരു ഫുൾ കോളം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ കോളം ഹെഡർ. കോളം ഹെഡറിൽ ക്ലിക്ക് ചെയ്താൽ we can സെലക്ട് ദ ഹോൾ കോളം. ഈ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ, കോളം ഹെഡറിൽ ക്ലിക്ക് ചെയ്താൽ ദ ഹോൾ കോളം വിൽ ബി സെലക്റ്റഡ്. ഇഫ് യു വാണ്ട് ടു സെലക്ട് ദ റോ, ക്ലിക്ക് ഓൺ ദ റോ ഹെഡർ. If I click on the row header, the whole row will be selected. For selecting a whole column, click the column header. For the selecting the whole row, click the row header. Now, if you want to select the whole worksheet, ഈ ഫുൾ വർക്ക്ഷീറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ what do you do? Firstly, select the first cell. Then press shift key. First cell plus shift key plus appropriate arrow marks. Arrow keys in the keyboard. Arrow keys ഉപയോഗിച്ചിട്ട് what you can select the whole cell in the worksheet. Okay, അപ്പോൾ സെല്ലിൻ്റെ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് കീ ഉപയോഗിച്ചിട്ട് ആരോ നമ്മുടെ കീബോർഡിലെ ആരോ കീസ് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ആരോ കീസ് ഉപയോഗിക്കുമ്പം ദ കേഴ്സർ വിൽ മൂവ്. ആ ആരോ കീ കൊടുക്കുന്ന ഡയറക്ഷനിൽ കേഴ്സർ മൂവ് ചെയ്യും. ദെൻ എവിടെയാണ് നിങ്ങൾക്ക് നിർത്താൻ തോന്നുന്നത് ആ സമയത്ത് നിർത്തുക. ആരോ കീസ് പ്രസ് ചെയ്യാതിരിക്കുക. ആ സമയം അത്രയും ഭാഗം സെലക്റ്റായി വരും. ദാറ്റ് ഈസ് ഹൗ ദ
cells are selected. Now ഈ അഡ്ജസൻറ്റ് സെൽസ് സെലക്ട് ചെയ്യാൻ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഹൗ ടു സെലക്ട് നോൺ അഡ്ജസൻറ്റ് സെൽസ്. നോൺ അഡ്ജസൻറ്റ് സെൽസ് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് അഡ്ജസൻ്റ് ആണ്. നോൺ അഡ്ജസൻറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്യണം. ദെൻ യൂസിങ് ദ മൗസ് അല്ലേ, യൂസിങ് ദ മൗസ് ലെഫ്റ്റ് കീ ഏതൊക്കെ സെൽസ് ആണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളത് ആ സെൽസ് മാത്രം സെലക്ട് ചെയ്യുക. നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള സെൽസ് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് യൂസ് ദ കൺട്രോൾ കീ, then use the mouse for selecting each and every cell you want to get selected. So what are the 4 types of selection? First one, for selecting a whole column, just select the column header. For selecting a whole row, select the row header. For selecting the whole worksheet, click on the first cell, then press shift key and then use the arrow keys for appropriately selecting the worksheet. Then you can also select the non-adjacent cells. How? Using the control key in the keyboard and using the mouse, just drag them or just click the cells you want to select. The non-adjacent cells you want to select, you can click using the mouse. These are the 4 ways of selecting the cells. Now what are the types of data in Excel? Types of data in Excel. Firstly, numbers. Numbers can be entered into a cell. Numbers can be entered എന്ന് പറഞ്ഞാൽ നമുക്ക് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലേ. The numbers from 0 to 9 are present. Numbers can be entered into the cell. In each cell, numbers നമുക്ക് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഏജ്, പ്രൈസ് ഓഫ് ആൻ ഐറ്റം, പിന്നെ നമ്പേഴ്സ് വരുന്ന വേറെ സ്ഥലം എന്താണ്? സ്കോർ, മാർക്സ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. നമ്പേഴ്സ് പ്രിൻ്റ് ഇൻപുട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് അല്ലേ. ഏജ്, പ്രൈസ് ഓഫ് എൻ ഐറ്റം, മാർക്സ് ഓഫ് എ സ്റ്റുഡൻറ്റ്, ഇതൊക്കെ എന്താണ്? നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡേറ്റാസ് ആണ് അല്ലേ. ഈ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡേറ്റ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ type of data, another type of data is date and time. We can enter date and time. ഇങ്ങനെ എൻ്റർ ചെയ്യാം. അതേപോലെ ഇങ്ങനെ എൻ്റർ ചെയ്യാം അല്ലേ. അത് ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അതായത് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈംസും എൻ്റർ ചെയ്യാം എക്സലിൽ എന്നർത്ഥം. ദെൻ ഫോർമുലാസ് എൻ്റർ ചെയ്യാം. ഹൗ ടു യൂസ് ഫോർമുലാസ്? Firstly, I have told you that formulas can be written in the cell or in the formula bar. നമ്മൾക്ക് സെല്ലിൽ എന്ത് കണ്ടന്റ് ഉണ്ടെങ്കിലും അത് ഫോർമുല ബാറിലും നമുക്ക് എഴുതാൻ പറ്റും, സെല്ലിൽ ഡയറക്റ്റ്ലി ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു സെല്ലെടുത്തു, സെല്ലിൽ ഞാനൊരു ഫോർമുല എഴുതുന്നു. ഫോർ എവറി ഫോർമുല ബിഗിൻ വിത്ത് ഈക്വൽ ടു സൈൻ. ഈക്വൽ ടു സൈനിലാണ് എപ്പോഴും ഫോർമുലാസ് തുടങ്ങേണ്ടത്. Then the formula will have maybe numbers, operators, cell addresses. എന്തൊക്കെയാണ് ഉണ്ടാവുക? Numbers might be there, operators will be present in the formula and cell address will be there in the formula. Example പറയുകയാണെങ്കിൽ is equal to a2 plus 2 എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് ഫോർമുലയുടെ ബിഗിനിങ് ആണ്. A2 എന്ന് പറയുന്ന ഒരു സെല്ലിൻ്റെ അഡ്രസ്സാണ്. പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്. 2 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. സോ A2 plus 2 means the number in the A2 cell is to be added with the number constant 2. 2 എന്ന് പറയുന്ന നമ്പർ A2-ൽ ഏത് നമ്പറാണോ ആ നമ്പറുമായിട്ട് ആഡ് ചെയ്തിട്ട് ഈ പെർട്ടിക്കുലർ സെല്ലിൽ എഴുതണം. അതിനാണ് ആ ഫോർമുല കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? A2 plus 2 means adding 2 to a number. So a formula might have a cell address, an operator and number also. ഇതിപ്പോൾ A2 plus B2 എന്ന് വേണമെങ്കിൽ എഴുതാം. സെൽ അഡ്രസ് കോൺസ്റ്റൻസ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഫോർമുലാസ് മേ കണ്ടെയ്ൻ സെൽ അഡ്രസ്, ഓപ്പറേറ്റർ ആൻഡ് നമ്പർ. Text. Another type of data is text data. What is text data? Text data may be in the form of words, letters, sentences, അല്ലെങ്കിൽ symbols, characters. Text എന്ന് പറഞ്ഞാൽ in Excel spreadsheet you might have to say a name of a person, അല്ലേ? ജോയ്, അല്ലേ? നെയിം ഓഫ് എ പേഴ്സൺ. അതേപോലെ നെയിം ഓഫ് ദ കമ്പനി M&M, അല്ലേ? ഒരു സിമ്പിൾ വന്നു, അല്ലേ? ക്യാരക്ടർ വന്നു. എ സെൻറ്റൻസ്, ഹെഡർ, എ സെൻറ്റൻസ്. സാലറി ഓഫ് ജൂലൈ, സെൻറ്റൻസ്, അല്ലേ? ഇതൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ്, അല്ലേ? എക്സലിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ്. സോ ടെക്സ്റ്റ് മീൻസ് ലെറ്റേഴ്സ് or words or sentences or even symbols and characters can be added to the MS Excel for writing headings, titles, etc. അല്ലേ? ടൈറ്റിൽസ് ഒക്കെ എഴുതാൻ നമുക്ക് സെൻറ്റൻസുകളുടെ ആവശ്യം വരും, അല്ലേ? For writing titles or giving labels, etc. we use text type of data. So what are the types of data we can enter in MS Excel? First one are numbers, date and time, formula and text. ഇനി entering data in a worksheet. How to enter a data in a worksheet? ഒന്നുമില്ല, enter data in worksheet. entering data എന്ന് പറഞ്ഞാൽ ഒരു വർക്ക്ഷീറ്റിൽ ഒരുപാട് സെൽസ് ഉണ്ട്. ഇതിൽ ഏത് സെല്ലാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളത്? ക്ലിക്ക് ഓൺ ദാറ്റ് ഡിസയേർഡ് സെൽ. ദാറ്റ് സെൽ വിൽ ബിക്കം ദ ആക്റ്റീവ് സെൽ, അല്ലേ? ക്ലിക്ക് ഓൺ ദ സെലക്ട് ദ ഡിസയേർഡ് സെൽ, ഡബിൾ ക്ലിക്ക് ദ സെൽ. ആദ്യം സെലക്ട് ദ ഡിസയേർഡ് സെൽ, ഡബിൾ ക്ലിക്ക് ദ സെൽ. ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ 2 തവണ ക്ലിക്ക് ചെയ്യണം. അതിനാണ് ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്നത്. ഡബിൾ ക്ലിക്ക് ദ സെൽ, ദെൻ സ്റ്റാർട്ട് എൻറ്ററിങ് വേർ ദ കഴ്സർ ഈസ്. ഇപ്പം ഞാൻ STU വരെ അടിച്ചു. ഇതിന് ശേഷം ഒരു കേഴ്സർ വന്ന് നിൽക്കും. അപ്പോൾ ഞാൻ അടുത്ത D എന്നടിക്കുമെങ്കിൽ അത് കേഴ്സർ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ആ D വരുന്നത്, അല്ലേ? സ്റ്റാർട്ട് റൈറ്റിംഗ് വേർ ദ കേഴ്സർ ഈസ് എന്നാണ്. കേഴ്സർ എവിടെ ഉണ്ടോ അവിടെ ആയിരിക്കും നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ കേഴ്സറിനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറണമെങ്കിൽ കേഴ്സറിനെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? സോ വെനെവർ യു റൈറ്റ് you please note that wherever the cursor is ആ സ്ഥലത്തായിരിക്കും എന്ത് ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ തെളിയുന്നത്. നിങ്ങൾ കീബോർഡിൽ അടിക്കുന്ന നമ്പേഴ്സോ ലെറ്റേഴ്സോ കഴ്സർ എവിടെയാണോ ആ കഴ്സറിൻ്റെ സ്ഥലത്തായിരിക്കും വരുന്നത്. സോ ഒരു സെല്ലിലെ ഡേറ്റ എൻ്റർ ചെയ്യുന്ന രീതി ഇതാണ്. സെലക്ട് ദ ഡിസൈർഡ് സെൽ, ഡബിൾ ക്ലിക്ക് ഓൺ ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് വെർ ദ കഴ്സർ ഈസ്. നൗ ഈ ടാബിൽ നിന്ന് അടുത്ത ടാബിലോട്ട് പോകാൻ വാട്ട് ഡു യു ഡു?
After entering data from this tab, you want to jump to the another tab. What do you do? Another cell. Use the tab key. Use the tab key. കീബോർഡിൽ ടാബ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. When you press the tab key, you can move from one cell to another cell. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് പോകാൻ എന്ത് ചെയ്താൽ മതി? ടാബ് കീ ഉപയോഗിച്ചാൽ മതി. ദെൻ എഡിറ്റിംഗ് ഡേറ്റ ഇതുപോലെ തന്നെയാണ്. എഡിറ്റിംഗ് ഡേറ്റ എൻറ്ററിങ് ഡേറ്റയെ പോലെ തന്നെ എഡിറ്റിംഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാക്കുകൾ കൊടുക്കുക, അതേപോലെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുക. ഇതിനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് സെലക്ട് ദ സെൽ യു വാണ്ട് ടു എഡിറ്റ്, then double click the cell and adjust the position of the cursor, then start editing the contents. Entering data പോലെ തന്നെയാണ് എഡിറ്റിംഗ് ഡേറ്റ. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഡിറ്റിംഗ് ഓപ്ഷൻസ് പഠിക്കാനുണ്ട്. അതൊരു വിൻഡോ, അതിൻ്റെ ടാബ്സിൻ്റെയും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഫോർമാറ്റിംഗ് സെൽസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.